ഒരു മധുരക്കിനാവിൽ ലഹരിയിലെന്നോ കുടമുള്ള പൂവിരിഞ്ഞു, അതിലായിരം ആശകളാതൊരു പൊൻപൻ നേടു. ഞാന് രാകേഷ് മുഖേനയാണ് ഈ പടത്തിലേക്ക് എത്തുന്നത്. തയ്യൽ മെഷീനിൽ വരുന്നത് രാകേഷ്. ഞാനൊരു ഷോർട്ട് ഫിലിമാണ് ആദ്യം ചെയ്യുന്നത് ഞങ്ങൾ മലപ്പുറത്തുനിന്ന്. അല്ലേ, എന്തായിരുന്നു ഡയലോഗ്? ഇത് എന്റെ എന്റെ ടയറാണെന്നാണ്. അത് ഭയങ്കരമായിട്ട് എല്ലാരും അത് പറഞ്ഞാല് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അതെ അതെ. നമ്മളിപ്പോ അറിയണത് ഇപ്പൊ അവര് കാരണം ശരിയല്ലേ? ഇപ്പൊ എനിക്കൊരു 20 സിനിമയിൽ അഭിനയിച്ചാലും പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല. കുറെ പറഞ്ഞു ഇന്ന റോള് ഇപ്പൊ ചേട്ടൻ ചോദിച്ച് പുലിവാൽ കല്യാണത്തിൽ ഇങ്ങനെ ചെയ്ത ആളല്ലേ മനസ്സിലായി. അത് അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒരാളെ കണ്ടാൽ മനസ്സിലാവില്ല. ഇതെന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ ഇവരെ കൂടെ എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ആളാണെന്ന് അറിയാം. നമ്മുടെ മെയിൻ അതോറിറ്റി നമ്മൾ അറിഞ്ഞത് അവര് മെയിൻ ആർട്ടിസ്റ്റ് മാത്രം വന്നാൽ മതി, ബാക്കി ആരും വേണ്ട, ചെറിയ പടം ഇതുകൊണ്ട് ആരും എടുക്കൂല എന്നൊരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. ഇത്രയും വലിയ വലിയ സിനിമകളുടെ ഇടയിൽ നമ്മുടെ സിനിമയും നമുക്ക് വലുതാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഈ ചെറിയ സിനിമയും എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. എൻ്റെ ആദ്യത്തെ സിനിമയാണ്, എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. തയ്യൽ മെഷീൻ എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ താരങ്ങളോട് നമ്മളോടൊപ്പുള്ളത്. നമസ്കാരം. ഈ തയ്യൽ മെഷീൻ ഒരു ഹൊറർ മൂഡിലുള്ള ഒരു സിനിമയാണ് അല്ലെ? അതെ അതെ. പക്ഷെ അതൊരു നമുക്ക് അതിന്റെ ഒരു പേര് കേൾക്കുമ്പോഴും പേരൊരു ഹൊറർ മൂഡിലുള്ള ഒരു അങ്ങനത്തെ വേറൊരു പേരാണ്. അപ്പൊ എന്താണ് അതിന്റെ ഒരു കോൺഫ്ലിക്റ്റ്? നമുക്ക് അതിന്റെ ഒരു കഥയും കാര്യങ്ങളും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ടൈറ്റിൽ വന്നു എന്നുള്ളതും കൂടി പറഞ്ഞു. ടൈറ്റിൽ വരാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാല് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് പറയാനില്ല. അദ്ദേഹത്തിന്റെ അമ്മുമ്മ ഭയങ്കര തയ്യക്കരുത്തിയായിരുന്നു. അപ്പോൾ അവരുടെ പെട്ടെന്ന് മരണപ്പെട്ട് ക്രിസ്ത്യൻ കുടുംബമായിരുന്നു. അപ്പോൾ അവന് ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ 7 അന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് പോടാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പാലയിൽ ഒരു റബ്ബർ തോട്ടത്തിന് നടുക്ക് ഒരു ചെറിയൊരു പഴയൊരു ഓടിട്ട വീടാണ്. അപ്പോൾ അവരുടെ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊന്നും അല്ല അവർക്കുള്ളത്. അപ്പോൾ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി കിച്ചൻ്റെ അവിടെ പോകണം. തൊട്ടിപ്പുറത്തായിരുന്നു അമ്മൂമ്മയുടെ റൂം. അവിടെ തയ്യൽ മെഷീൻ ഇവരുടെ 7 പോസ്റ്റർ ഉണ്ടല്ലോ, അത് മൂടിയിട്ട് ഇട്ടേക്കണേന് അമ്മൂമ്മയുടെ. അപ്പോൾ അന്നൊരു മഴയുള്ള സമയമായിരുന്നു. അപ്പോൾ ബാത്റൂമിൽ പോകാൻ വേണ്ടി നമ്മൾ പോയപ്പോഴത്തേക്കും മഴ വന്നപ്പോഴത്തേക്കും ലൈറ്റൊക്കെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ആ മുറിയിൽ നിന്ന് ചക്രം കറങ്ങണ ശബ്ദം ഞാൻ കേട്ട് ഇങ്ങനെ. അപ്പോൾ സ്വാഭാവികമായിട്ടും പേടിയായി, കരണ്ടും പോയി. മൊബൈലിൽ ടോർച്ചടിച്ച് ഞാൻ ചെന്ന് ഈ ശബ്ദം കേൾക്കുന്നത് നോക്കിയപ്പോഴത്തേക്കും അമ്മൂമ്മ ചിരിച്ചുകൊണ്ടിരിക്കണേ. കാരണം അമ്മൂമ്മയുടെ ഫ്ലെക്സ് അത തയ്യൽ മെഷീൻ മൂടിയേക്കണായിരുന്നു. പിന്നെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഫ്ലെക്സ് മാറ്റി നോക്കിയപ്പോഴത്തേക്കാണ് ഒരു തൊരപ്പനുണ്ടല്ലോ, തൊരപ്പൻ, അതിനെ നിങ്ങളെന്താ പറയണമെന്ന് അറിയില്ല, പന്നീലി എന്നൊക്കെ പറയും. അതിങ്ങനെ വയറിൽ ഇങ്ങനെ കയറാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും താഴത്തോട്ട് ഊർന്ന് വീഴും. അങ്ങനെ ഈ ഊർന്ന് വീഴുമ്പോഴത്തേക്ക് ഈ ശബ്ദം അത് എന്നിൽ പേടി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് ഇതിൽ നിന്ന് നമുക്കൊരു ഹൊറർ മൂവി ചെയ്താൽ എങ്ങനെയുണ്ടാവും. സാധാരണ വീടുകളിൽ ഇതുപോലെ പഴയ തയ്യൽ മെഷീൻ പൂട്ടിക്കിടന്ന റൂമിൽ ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റ് എൻ്റെ മനസ്സിലോട്ട് വന്നത്, ഞാൻ എഴുതിയത്. എത്തിയെന്ന് വെച്ചാൽ വിനയൻ എൻ്റെ സുഹൃത്താണ്. വിനയൻ്റെ ഏട്ടനുണ്ട് പ്രേമായിട്ട് സ്റ്റേഡിയത്തിൽ വെച്ച് പരിചയപ്പെട്ടതിൽ മുതൽ വിനയനായിട്ട് അവരുടെ കല്യാണത്തിനൊക്കെ ബന്ധപ്പെട്ട് പരിചയമായി. പിന്നെ വിനയനൊരു പടം ചെയ്തതാണ്, നിങ്ങൾ ക്യാമറ നിരീക്ഷിച്ചിട്ടാണ് പടം ചെയ്തതാണ്. ഫസ്റ്റ് ഞാൻ ഈ കഥ കേൾപ്പോൾ ജോജി ചേട്ടനെയാണ്. അന്നൊരു വേറൊരു ഡയറക്ടറാണ്, പേര് പറയാൻ പറ്റില്ല കാരണം നടന്നില്ല. അപ്പോൾ കഥ കേട്ട് ചോദിച്ചിട്ട് നമ്മുടെ അടുത്ത് ഈ സിനിമ ചെയ്യാമെന്ന് പറഞ്ഞു. പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് വലിഞ്ഞുകൊണ്ട് ആ പടം നിന്ന് പോയപ്പോഴത്തേക്ക് വിനയൻ എന്നെ വിളിക്കുന്നത്, ചേട്ടാ ഈ സിനിമ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? ചേട്ടൻ വിചാരിക്കുന്ന പോലത്തെ വലിയ സ്റ്റാർ കാസ്റ്റ് ഇല്ലെങ്കിലും അത്യാവശ്യം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ വെച്ച് നമുക്ക് ചെയ്യാം. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും വെറുതെ ഇരിക്കണമെന്നല്ലേ നമുക്ക് ആ സിനിമ ചെയ്യാം, ആക്റ്റീവായിട്ട് ഇരിക്കുന്ന സമയമുള്ളൂ. അങ്ങനെ വിനയന് കൈ കൊടുത്ത് നമ്മളത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കിച്ചൂട്ടെല്ലാസായിട്ട് ഞാൻ ഇതിനുണ്ട്, ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. അപ്പോൾ പട്ടാപ്പകൾ എന്ന സിനിമയിലെ അസോസിയേറ്റ് ഞാൻ ചെയ്യുന്ന സമയത്ത് കിച്ചു അതിനകത്തൊരു ഹീറോയാണ്. അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പാണ് കിച്ചു തയ്യൽ മെഷീനിൽ വരാൻ കാരണവും. പിന്നെ നമുക്കിത് എല്ലാവരും പരിചിതമായിട്ടുള്ള മോഡലാണ്. അതെ അതെ അതെ. ഇപ്പോ മോഡൽ പേര് ഒന്ന് പറയൂ. പളുങ്ക്. ഇതിലെന്താണ് കഥാപാത്രം?
കിച്ചുട്ടിലെ സിനിമ മോളായിട്ടാണ് എനിക്ക് മോള് ടിവിയിലെ ടെലിവിഷനിലൊക്കെ അതെ, അതെ, അതെ. ഏതൊക്കെ പ്രോഗ്രാംസ് ഏതൊക്കെ ചാനലായിരുന്നു ഫ്ലവേഴ്സ് മനോരമ അട്ടുറുമ്പ് അങ്ങനെയല്ല. എങ്ങനെ മോളെ കണ്ടെത്തിയത് എങ്ങനെയാണ്? മോള് അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ ഫ്ലവേഴ്സിലെ മനോരമയിലൊക്കെ പരിപാടി കണ്ട്, പിന്നെ കട്ട്രൂപ്പിലെ സ്കിറ്റൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അന്ന് മണിക്കുട്ടമ്മൻ ഒരു പരിപാടി ഷീലാൻഡിക്ക് ഉണ്ട് നമ്മുടെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് പളുങ്കായിരുന്നു. അപ്പം ഞാനത് വിനയനെ കാണിച്ചപ്പോൾ വിനയൻ നോക്കി കുട്ടി മതി നമുക്ക്. അപ്പം നമുക്ക് ഇതുപോലത്തെ ഏജുള്ള 2 പിള്ളേരായിരുന്നു വേണ്ടത്. അങ്ങനെ പളുങ്കിനെ വിളിച്ചു. അന്ന് പളുങ്ക് ഷൂട്ടിലായിരുന്നു അല്ലേടി, ഷൂട്ടിലായിരുന്നു. അപ്പോൾ ഒരു സിനിമയാണ്, ഞാൻ പറഞ്ഞു അതുപോലെ ചെറിയൊരു സിനിമയാണ്, വരാൻ പറ്റുമെന്ന് വെച്ചാൽ പളുങ്കിൻ്റെ അമ്മ പറഞ്ഞു ഓക്കെ ഏട്ടാ നമ്മൾ വരാം എന്ന് പറഞ്ഞു. ഒരു പിറ്റേ ദിവസം തന്നെ വണ്ടി കയറി പോരുകയും ചെയ്തു അല്ലേ. അതെ അതെ. പിന്നെ ചേട്ടൻ മനോരഞ്ജൻ അല്ലേ? ഇപ്പൊ കുറെ സിനിമകളായിരിക്കും നമുക്ക് വീണ്ടും പെട്ടെന്ന് പുലിവാൽ കല്യാണം അല്ലേ? ഇപ്പൊ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത് ചേട്ടൻ? എത്ര സിനിമകളായി? ഇപ്പൊ ഏകദേശം 40 പടം ചെയ്തിട്ടുണ്ടാവും. ഞാൻ രാകേഷ് മുഖേനയാണ് ഈ പടത്തിലേക്ക് എത്തുന്നത്, തയ്യൽ മെഷീനിൽ വരുന്നത്. രാകേഷ് ഞാനൊരു ഷോർട്ട് ഫിലിമാണ് ആദ്യം ചെയ്യുന്നത് ഞങ്ങൾ മലപ്പുറത്തുനിന്ന് അല്ലേ. അതെ അതെ അതെ. അത് കഴിഞ്ഞ് പിന്നെ പട്ടാപ്പകലിൽ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. അപ്പോൾ അതിലൊരു ക്യാരക്ടർ റോൾ ചെയ്തു. പിന്നെയാണ് ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്. ഇതിനു മുമ്പ് നൻപകലില് ഉണ്ടായിരുന്നു അല്ലേ? നൻപകല് ചെയ്ത് പുലിവാൽ കല്യാണം നമുക്ക് ഓർമ്മ വരുന്നല്ലേ? അതിലെന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടോ പുലിവാൽ കല്യാണത്തിന്? ഇപ്പോഴും ആ സീനൊക്കെ ഇപ്പോഴും ടയർ ഉരുട്ടിക്കൊണ്ടുപോകുന്നത് അത് 2003 നമ്മളവിടെ പാടിവട്ടത്തായിരുന്നു ഷൂട്ടൊക്കെ. അവിടെ ഒരു സെറ്റ് ഇട്ടിട്ടായിരുന്നു. ഷാഫി സാറ് ഞാനൊരു കോമഡി പ്രോഗ്രാം ചെയ്തിരുന്നു ഏഷ്യാനെറ്റിൽ, നോ കമൻസ് പ്ലീസ് എന്നിട്ട് 2000-2001. ആ സമയത്ത് ഞാൻ ഷാഫി സാറെ നേരിട്ട് കണ്ട് ചാൻസ് ചോദിച്ചതാ. അപ്പം സാറ് പറഞ്ഞ് നമുക്ക് എന്തൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിലേക്ക് എത്തിപ്പെടുന്നത്. അതെ 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 അതെ. എന്തായിരുന്നു ഡയലോഗ്? ഇത് എന്റെ എന്റെ ടയറാണെന്നാണ്. അത് ഭയങ്കരമായിട്ട് എല്ലാരും അത് പറഞ്ഞാല് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അത്രയും വർഷമായെങ്കിലും കൂടി ഇപ്പോഴും ആളുകളെ മനസ്സിലുണ്ട്. പല സ്ഥലത്തുനിന്ന് ആളുകൾ ചോദിക്കാറുമുണ്ട് എന്നോട്. ഇതിലൊരു ബ്രോക്കറാണ്, വീട് നായകന് വീട് എടുത്തു കൊടുക്കുന്ന CI അല്ലേ? സത്യം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹൊറർ മൂവിയാണല്ലോ. നായകനും കുടുംബത്തിനും പെടുത്തണത് പുള്ളിയാണ് അങ്ങനെ പറയാ. അതെ, ഒന്ന് സത്യാവസ്ഥകളൊന്നും എല്ലാം മറച്ചു. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണ്. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. എനിക്ക് തോന്നുന്നു രാകേഷ് ഭായിയുടെ വീട് തമ്മനമേരിയിലാണ്. കുറെ പിന്നെ അങ്ങനെയൊക്കെ കണക്ട് ആയിട്ടുണ്ട്. കാരണം ഈ ബ്രോക്കർമാരുടെ മെയിൻ പരിപാടിയാണ് കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. എങ്ങനെയും കള്ളത്തരങ്ങളോട് പെടുത്തും. വലിയ വീടൊക്കെ ചെറിയ വാടക കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കണില്ല എന്തുകൊണ്ട് ചെറിയ വാടകയ്ക്ക് തരുന്നു എന്ന് ചിന്തിക്കണില്ല. അങ്ങനെ ചിന്തിക്കാണ്ട് പെട്ടെന്ന് അപ്പൊ ബ്രോക്കർമാരിൽ കാരണം ഉണ്ടാവും. കാരണം സാറ് പോലീസ് ഓഫീസർ അല്ലേ, അപ്പൊ അതുകൊണ്ട് അവർക്കൊരു പോലീസ് ഓഫീസർ ആവശ്യം, അതുകൊണ്ട് ചെറിയ വാടകയ്ക്ക് തരുന്നു എന്ന് പറയുമ്പോൾ അവരും പൊങ്ങി. അങ്ങനെ അബദ്ധത്തിൽ അടിക്കുന്ന ആളാണ് ഞാനിവരെ പെടുത്തി ഞാൻ രക്ഷപ്പെടില്ല. പിന്നെ നമ്മളെ സോഷ്യൽ മീഡിയ വിഷ്ണു കൊച്ചിക്കാരൻ അല്ലെ, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പൊ ഈ ഒരു സിനിമ ശരിക്കും കുറച്ചു കാലം മുമ്പല്ലേ ഷൂട്ടിംഗ് ഒക്കെ? അപ്പൊ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? ഞാൻ ആക്ടിങ് ഇത് പഠിച്ച് എല്ലാം കഴിഞ്ഞാണ് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് 10-35 സിനിമകൾ ചെയ്ത് ഞാനൊക്കെ പഠിച്ചിരിക്കുന്ന സമയത്താണ് നമുക്കറിയാം പഴയ സുഹൃത്താണ്. പുള്ളി ആദ്യം എനിക്ക് പട്ടാപ്പകൽ സിനിമയിൽ പുള്ളി അസോസിയേറ്റ് ചെയ്ത് ഒരു സീൻ തന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും പുള്ളി വിളിച്ചിട്ട് തയ്യൽ മെഷീൻ എന്ന സിനിമയിൽ പുള്ളി വിളിച്ച് നല്ലൊരു എന്താ പറയുക ഡയലോഗുള്ള വേഷം. നമ്മളെല്ലാത്തിനും ഗുണ്ടയിട്ടും അവിടെ ഇവിടെ കുറെ പോയി നിൽക്കലും രേഖാചിത്രത്തിലേക്ക് കണ്ടാൽ അറിയാം. അതിനകത്ത് ഓട്ടോ ഡ്രൈവറായിട്ട് ആസിഫിന്റെ അരികത്ത് നിൽക്കുന്നുണ്ട്, പക്ഷെ ഡയലോഗ് ഇല്ല. അപ്പൊ എല്ലാവരും ഇങ്ങനെ കളിയാക്കി ചോദിക്കും ഡയലോഗുള്ള വേഷം എപ്പോഴാണ് അത് ചെയ്യണം എപ്പോഴാണെന്ന് ചോദിക്കും സിനിമയിൽ. നമ്മളിപ്പോ ഇങ്ങനെ പുറകെ നിൽക്കുന്ന ആളാണോ, പുള്ളി വിളിച്ചിട്ടാണ് ഇത് വേഷം തന്നത്. എന്റെ അടുത്ത് വിഷ്ണു എപ്പോഴും വിളിക്കുമ്പോഴത്തേക്കും പറയും ചേട്ടാ ജൂനിയർ ആർട്ടിസ്റ്റ് ചേട്ടൻ 100ഓളം സിനിമ കഴിഞ്ഞ ചേട്ടാ ഒരു ഡയലോഗുള്ള പക്ഷെ എവിടെയെങ്കിലും കിട്ടുമെന്ന് ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞേടാ നിന്റെ 151ാമത്തെ സിനിമ നീ അഭിനയിക്കുന്ന ഡയലോഗുള്ള വേഷം എന്ന് പറയും അല്ലെ. വിഷ്ണുവിന്റെ 151ാമത്തെ സിനിമയാണ് നമ്മുടെ തയ്യൽ മെഷീൻ. പിന്നെ അതുമല്ല നമ്മൾ ഈ സിനിമയിൽ അസിസ്റ്റന്റ് ആയിട്ട് പോണതിന് മുമ്പ് ഞാൻ ഈ വിഷ്ണുവിനെ പോലെ തന്നെ എല്ലാ ഓഡീഷനിലും പങ്കെടുത്ത് അഭിനയിക്കാൻ നടന്നു വെച്ചാൽ ഞാൻ രാജീവ്, പട്ടാപ്പലിന്റെ ഡയറക്ടർ സാജുലൊക്കെ തന്നെ, പിന്നെ നമ്മുടെ വിജിലേഷ് ഇപ്പൊ അത്യാവശ്യം നല്ല അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റായി. ഞങ്ങളെല്ലാരും ഇങ്ങനെ നടന്നപ്പോൾ ഇവരുടെയൊക്കെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. വിജിലേഷ് ഉണ്ടായിരുന്നു പണ്ട്. വിജിലേഷും ഞാനും കോമഡി ഫെസ്റ്റിവലിൽ ഞങ്ങളൊരു ടീമായിരുന്നു മഴവിൽ മനോരമയില് 2012.
കുമാർ ഇപ്പോഴത്തെ നടനുണ്ടല്ലോ, അപ്പം കോലാഹലത്തിലൊക്കെ നല്ല റോളാണ് ചെയ്തത്. അവര് ഞങ്ങളൊക്കെ ഒരു ടീമായിരുന്നു. ഇപ്പൊ വിഷ്ണു ഇപ്പൊ ശരിക്കും സോഷ്യൽ മീഡിയയിലെ താരമാണ്. വിഷ്ണു ഷൂട്ടിന് നിങ്ങൾ ഷൂട്ട് സമയത്ത് ഇത്രക്ക് താരമായിട്ടില്ല. താരമല്ല, വിഷ്ണുവിനെ ആരും അറിയില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഞാനിപ്പോഴും വിഷ്ണുവിനെ ചീത്ത പറയും എപ്പോഴും. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ നിൽക്കണോണ്ടാണ് ഇത്ര. വിഷ്ണുവിനെ വിളിക്കുമ്പോൾ ഞാൻ പറയും എന്തിനാണ് ഈ പരിപാടിക്ക് നിൽക്കണമെന്ന് പറയും. അപ്പൊ നമ്മുടെ സിനിമയിലെ വിഷ്ണു അല്ല നിങ്ങളിപ്പോൾ കാണുന്ന വിഷ്ണു. അന്ന് ആർട്ടിസ്റ്റായിട്ട് എന്താണ് ഫിലിം മറ്റേ ആക്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിച്ച് ഇറങ്ങിയ വിഷ്ണു അഭിനയത്തിന്റെ പാഷൻ കൊണ്ട് എന്ത് വന്നാലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കൊടുത്തൊരു ക്യാരക്ടർ ഉണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അതിനകത്ത് ചിരി ഉണ്ടാക്കുന്ന റോള് വിഷ്ണുവിൻ്റെ തന്നെയാണത്. അത് ഏത് സീനാണെന്ന് ഞാൻ പറയാനുള്ള, അത് സസ്പെൻസ് ആണ്, നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ മാറിയപ്പോഴത്തേക്കും വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞ ചേട്ടൻ്റെ പടം കഴിഞ്ഞിട്ട് ഞാൻ കുറേ സ്ഥലത്ത് ചെന്ന് നമുക്കൊന്നും ആരും തന്നില്ല, അല്ലെങ്കിൽ നമുക്ക് കാണിക്കാൻ വേണ്ടി തയ്യൽ മെഷീൻ ഇറങ്ങിയാലേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇറങ്ങാനുള്ള ഡിലേ കൊണ്ട് വിഷ്ണു ഇത്തിരി ആൾക്കാരുടെ ശ്രദ്ധ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ അലൻ ജോസഫ് പെരേരയും അഭിലാഷ് ഷട്ടായും പിന്നെ ആറാട്ടൻ്റെ ഒക്കെ മുമ്പ് ബോഡി ഗാർഡ് അങ്ങനെയുള്ളൊരു കോമാളി വേഷം ചെയ്ത്. പക്ഷേ അതും ആൾക്കാർ അംഗീകരിച്ചൊരു കോമാളി വേഷമാണ് വിഷ്ണു ചെയ്തത്. നമ്മളതിൻ്റെ പേരിൽ ഇപ്പോഴും ചീത്ത പറയാറുണ്ട് വിഷ്ണുവിനെ. എന്നാലും അവനത് ആ വഴി അവൻ കണ്ടെത്തി. ഇപ്പൊ നമ്മളെക്കാട്ടാ കൂടുതൽ ഫേമസ് വിഷ്ണു കൊച്ചിക്കാരനാണ്. എന്താണ് ഇപ്പൊ വിഷ്ണുവിന്റെ അഭിപ്രായം എന്താ? ഇപ്പൊ പുള്ളി പറഞ്ഞ അതിന്റെ ഒരു വിയോജിപ്പ് ശരിയെന്ന് വെച്ചാൽ ഞാൻ ഈ പുള്ളിയുടെ സിനിമ ഷൂട്ട് കഴിഞ്ഞിട്ട് 1.5 വർഷത്തോളം അല്ലേ, ഇപ്പൊ 1.5 വർഷമാവും. പെട്ടെന്ന് ഇറങ്ങുന്നതിലാണ് നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു ഡയറക്ടറുടെ അടുത്ത് പോയാലും ഒരു സ്ഥലത്ത് പോയാലും ഞാൻ സീരിയലിലൊക്കെ ഡയലോഗുള്ള വേഷം ചെയ്തിട്ടുണ്ടെങ്കിലും സിനിമയിൽ അങ്ങനെ ചെയ്തിട്ടില്ലേ. നമുക്കൊരു സിനിമ ഇപ്പൊ ഒരു ഡയറക്ടറുടെ അടുത്ത് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നീ എന്താ ചെയ്തത്, നീ വല്ല ചെയ്തിട്ടുണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു പ്രൊഫൈൽ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ വെച്ച് തയ്യൽ മെഷീൻ ഇറങ്ങുമ്പോൾ നമുക്ക് ഡയലോഗുള്ള വേഷമുള്ള ചെയ്തേക്കണം. അപ്പൊ അതിനകത്ത് സാറ് ചെയ്ത് ഈ പടം ഇറങ്ങുകയാണെങ്കിൽ അതൊക്കെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്ത് കുറെ നാൾ എന്ത് ചെയ്യും. അങ്ങനെ വെയിറ്റ് ചെയ്ത പടം ഇറങ്ങുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല, നീട്ടി പോയത്. അങ്ങനെയാണ് അന്നും പെരേരയൊക്കെ ഞാനൊക്കെ ഒരുമിച്ച് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിക്കൊണ്ടിരുന്ന കാലഘട്ടമാണ്. അങ്ങനെയാണ് പെരേര ആർട്ടിന്റെ ഞങ്ങളുടെ കയറി വൈറലാവുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞാൽ ഏതായാലും നീ ഞങ്ങളുടെ കയറി ഏതായാലും പടം ഇറങ്ങുമ്പോൾ നോക്കാം. ഇപ്പൊ ഇത്ര നാളായിട്ട് പടം ഇറങ്ങിയിട്ടില്ലല്ലോ, ഒരു 3-4 മാസം വരെ വെയിറ്റ് ചെയ്തായിരുന്നു. പടം ഇറങ്ങുന്ന ലക്ഷണമൊന്നുമില്ല. അങ്ങനെയാണ് പിന്നെ ഇവരോട് അങ്ങോട്ട് കയറി. പിന്നെ അത് പെട്ടെന്ന് വൈറലായി പോയി. വൈറലായി ആളുകൾ അറിഞ്ഞു തുടങ്ങി. പക്ഷെ ഇവര് പറഞ്ഞൊരു വിയോജിപ്പുണ്ടല്ലോ, അപ്പൊ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ? എന്ന് വെച്ചാൽ നമ്മളിപ്പോ 10 ഇപ്പൊ അറിയണത് ഇപ്പൊ അവര് കാരണം ശരിയല്ലേ. ഇപ്പൊ എനിക്ക് തോന്നുന്നൊരു 20 സിനിമയിൽ അഭിനയിച്ചാലും പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല. കുറെ പറഞ്ഞ് ഇന്ന റോള് ഇപ്പൊ ചേട്ടൻ ചോദിച്ച് പുലിവാഴി കല്യാണത്തിൽ ഇങ്ങനെ ചെയ്ത ആളല്ലേ മനസ്സിലായി. അത് അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒരാളെ കണ്ടാൽ മനസ്സിലാവില്ല. ഇതെന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഇവരെ കൂടെ എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ആളാണെന്ന് അറിയാം. ഈ ശരിക്കും പറഞ്ഞ സിനിമ അറിയില്ലെങ്കിൽ ഞാൻ കയറില്ലായിരുന്നു. സിനിമ ഇറങ്ങാൻ വൈകൊണ്ടിട്ടാണ് ഞാൻ ഇവരോട് കയറിയത് തന്നെ. പക്ഷെ ഈ പറഞ്ഞ വൈറലാണ് ആളുകൾ അറിഞ്ഞു. പിന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ അറബിന്റെ കൂടെയും പെരേരയുടെ കൂടെയൊക്കെ വരുമ്പോഴൊക്കെ ഭയങ്കര റീച്ച് കിട്ടുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ കുറെ തെറിവിളി വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുന്നത്, ബാധിക്കുന്നുണ്ടോ അതൊക്കെ മാനസികമായിട്ട്? നമ്മളത് നോക്കാതിരിക്കുന്നതല്ല. കാര്യം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലോട്ട് ഇറങ്ങും. കാര്യം നമ്മുടെ സ്വപ്നം എന്നുള്ള സിനിമയാണ്. അതിനകത്ത് എത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഇവരുടെ കയറി നമ്മളെ ഇങ്ങനെ ആയി പോയത്. നേരിട്ട് കാണുമ്പോഴും ആളുകൾ ഇപ്പൊ ഈ പറഞ്ഞ സുഹൃത്തുക്കളല്ലാതെ നേരിട്ട് കാണുമ്പോൾ ആൾക്കാരൊന്നും ഫോട്ടോ എടുത്ത് പോകാറുണ്ട്. എന്റെ അടുത്ത് നേരിട്ട് കാണുമ്പോൾ ആരൊന്നും പറയാറില്ല. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിലെ തെറിവിളി നേരിട്ടില്ല. നേരത്തെ എന്റെ അടുത്ത് അങ്ങനെ ആരും വന്ന് നമുക്ക് കളിക്കാറില്ല. എനിക്കൊന്നും അങ്ങനെയാണ് ആൾക്കാരുടെ ഒരു രീതി തോന്നുന്നത്. അത് ഞാൻ ഇന്നലെ ഫോറം മാളിൽ നമ്മുടെ സ്റ്റാൻഡിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമ്മളൊന്ന് പോയി നോക്കണമല്ലോ എന്ന് വെച്ച് ഞാൻ ചെന്നപ്പോഴത്തേക്കും വിഷ്ണുവിനോട് വെച്ചിട്ടുണ്ട്. അപ്പൊ വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ചാവടിക്കാന്ന് പറഞ്ഞ് ഫുഡ് കോർട്ടിൽ പോയപ്പോഴത്തേക്കും ആ സമയത്ത് ഒരു 5 പേരെങ്കിലും വന്നിട്ടുണ്ടാവും സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുവിൻ്റെ അടുത്ത്. ഞാൻ ഞെട്ടിപ്പോയി. എന്ന് വെച്ചാൽ എല്ലാവരും തെരുവ് പറയുന്ന വിഷ്ണുവിനെ ആൾക്കാർ സെൽഫി എടുത്തിട്ട് അവരുടെ പ്രൊഫൈൽ പിക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റൊക്കെ ഇട്ട് ഇടാൻ വേണ്ടിയിട്ട് അത്രത്തോളം ആയിട്ടുണ്ട് ആശാൻ. മൊത്തം നെഗറ്റീവ് കമൻ്റ് ആണെങ്കിൽ തന്നെ അവൻ്റെ എവിടെയെങ്കിലും എത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 10-20% അവൻ എത്തിയിട്ടുണ്ട്. ബാക്കി എത്തുവൻ കലാകാരനാണ് അവൻ. എല്ലാവരും കഷ്ടപ്പെട്ടിട്ടൊക്കെ. അതെ അതെ അതെ. മമ്മൂക്കയുടെ കൂടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കാരണം കുറെ വർഷങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ട് മമ്മൂക്കയുടെ കൂടെ ആദ്യമായിട്ടല്ല മമ്മൂക്കയിൽ അഭിനയിക്കുന്നത്. അപ്പൊ അതെങ്ങനെയായിരുന്നു മമ്മൂക്കയുടെ കൂടെ? കുറെ ദിവസം ഒരുമിച്ചിട്ടുണ്ടായിരുന്നില്ലേ? 30 ദിവസം ഫുൾ ഡേ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? നമുക്കാണ് ഏതൊരു അതിനാണ് നമ്മളെയൊക്കെ അംഗീകരിച്ചു. അവരുടെ ആദ്യത്തെ മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷനാണ്.
അപ്പോൾ ആദ്യമായിട്ട് ഇതേപോലെ പല്ലിശ്ശേരി ആ സിനിമ. ലിജോ, അതും സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സംവിധായകരിൽ ഒരാളാണല്ലോ ലിജോ സാർ. അദ്ദേഹത്തിൻ്റെ പടത്തിൽ ചെയ്യാൻ പറ്റി. അതിൽ ഞാൻ എത്തിപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്നലെ വരെ എന്ന് പറഞ്ഞാൽ ജിസ് ജോയ് സാറുടെ ഒരു പടം ഉണ്ടായിരുന്നു. അതിൽ രതീഷ് മൈക്കിൾ എന്ന് പറഞ്ഞൊരു അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു. അവർ തന്നെയാണ് ലിജോ സാറിൻ്റെ കൂടെ. അങ്ങനെ രതീഷ് സാറാണ് എന്നെ ലിജോ സാറിൻ്റെ പടത്തിലേക്ക് എത്തിച്ചത്. പിന്നെ മമ്മൂക്കയുടെ ആദ്യമായിട്ട് കണ്ട് ഫസ്റ്റിലൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. നമ്മളെല്ലാവരും പറയാറുണ്ടല്ലോ നമുക്കൊരു പ്രത്യേക പക്ഷെ അടുത്ത് പെരുമാറി കഴിഞ്ഞപ്പം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ആളാണ്. നല്ല പരിഗണന തന്നു, നമ്മളോട് സ്നേഹമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ടു, ഡൊമിനിക്കിൻ്റെ ലൊക്കേഷനിൽ വെച്ച് കണ്ടു, സംസാരിക്കുകയൊക്കെ ചെയ്തു എന്നോട്. നല്ല ഇപ്പോ ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്തപ്പോ തന്നെ നമ്മൾ പ്രൊമോഷൻ താല്പര്യപ്പെട്ട് വന്നു. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് വന്നു, അത് എന്താണ് ശരിക്കും സംഭവം എന്ന് വെച്ചാല്, ഒരു പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മലയാളത്തിൽ ഇപ്പൊ സെലിബ്രിറ്റി ഇന്റർവ്യൂ ചെയ്യുന്ന മുൻനിര മീഡിയാസ് ഉണ്ടല്ലോ, ഓൺലൈൻ മീഡിയാസ്. അപ്പൊ അവരുടെ ഒരു ഇന്റർവ്യൂ റീസെന്റ് നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് നെക്സ്റ്റ് വീക്കായിട്ട്, നമ്മുടെ ഇതിന്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്. അപ്പൊ നമ്മുടെ മെയിൻ അതോറിറ്റിന്ന് നമ്മൾ അറിഞ്ഞത്, അവര് മെയിൻ ആർട്ടിസ്റ്റ് മാത്രം വന്നാൽ മതി, ബാക്കി ആരും വേണ്ട, ചെറിയ പടം ഇതുകൊണ്ട് ആരും എടുക്കൂല എന്നൊരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. അങ്ങനെ ആയപ്പോഴത്തേക്കും ഞാൻ ആലോചിച്ചു എന്താണ് ഇനി ആരെങ്കിലും നമ്മൾ വിളിച്ചാൽ ഞാൻ അപ്പം പോകുമെന്ന് ചോദിച്ചു. ആ സമയത്താണ് നിങ്ങളുടെ വിളി തന്നെ. അപ്പം ഞാൻ അപ്പം തന്നെ പറഞ്ഞു ഞാൻ വരാം. പിന്നെ ഞാൻ വരാൻ വേണ്ടി കാരണം എന്ന് വെച്ചാൽ, ചേട്ടൻ വിളിക്കുമ്പോഴത്തേക്കും ഞാൻ ചോദിച്ചായിരുന്നല്ലോ ചേട്ടൻ്റെ അടുത്ത്, ചേട്ടാ നമ്മുടെ ഇതിനകത്ത് നിങ്ങൾ മുൻനിര ആർട്ടിസ്റ്റിന് മാത്രം ഇൻ്റർവ്യൂ ചെയ്യുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഇല്ല താങ്കൾക്ക് അഭിനയിച്ച് ക്യാരക്ടർ വേഷം ചെയ്താലും കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മനോരഞ്ജൻ അപ്പം തന്നെ വിളിച്ചു, ചേട്ടാ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ചേട്ടൻ വരുമോ എന്ന് വെച്ച്. പിന്നെ രാജീവൻ വിളിച്ചായിരുന്നു, പക്ഷെ രാജീവിന് പനിയായതുകൊണ്ടൊന്നുമില്ല. പിന്നെ ഇവളാണെങ്കിൽ തന്നെ അതിനകത്ത് നായകൻ്റെ മകളായിട്ട് അഭിനയിച്ച കുട്ടിയാണ്. ഇവരെ കുറിച്ച് ഇവർ അപ്പം തന്നെ ചാടിക്കൽ വരാമെന്നും പറഞ്ഞു. അപ്പം നിങ്ങൾ ഈ ചെറിയ ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യണോണ്ട് വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് സന്തോഷമായി. പേഴ്സണലി എൻ്റെ അഭിപ്രായമാണ്, അതുകൊണ്ട് ഞാൻ വന്നത്. ഇതിലെ ബാക്കി ഇപ്പൊ കിച്ചുമായാലും ഗായത്രിയൊക്കെ ആയാലും ഒക്കെ, അപ്പൊ അവരുടെ ഒരു സഹകരണം ഷൂട്ടിംഗ് സമയത്ത് അവർ വലിയ സിനിമയുടെ ഭാഗമാവുന്നവരാണ്, നിങ്ങളുടെ ഒരു കൊച്ചു സിനിമയാണ്. അപ്പൊ അവരുടെ ഒരു സഹകരണം പ്രൊമോഷൻ സമയങ്ങളിൽ ഇപ്പൊ പല രീതിയിൽ പല പരാതികളുണ്ട്. ഇപ്പൊ ഈ ഒരു സിനിമയിൽ എങ്ങനെയാണ് അവരുടെ ഒരു സഹകരണമൊക്കെ? ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് കാലമായി, ഇപ്പൊ ഏകദേശം 1.5 വർഷമാണ്. പക്ഷെ ഇത് കാലമായെങ്കിലും ആർട്ടിസ്റ്റ് അവര് ഇപ്പോഴും കമ്മിറ്റ്മെന്റ്, സിനിമയുള്ള കമ്മിറ്റ്മെന്റ് അവർ ഇപ്പോഴും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഗായത്രി സുരേഷ് ആണെങ്കിലും കിച്ചു ടെലസ് ഇപ്പോൾ വിജയ് സേതുപതി സാറിൻ്റെ ഒപ്പം ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നത്, മെയിൻ വേഷം. പിന്നെ അതുപോലെ കിച്ചു ടെലസിന് സിനിമ എടുത്താൽ തന്നെ അറിയാം, വലിയ സിനിമകളുടെ ഭാഗമാണ്. ലിജോ ജോസഫ് പള്ളിശ്ശേരി സാറിൻ്റെ അങ്കമാലി ഡയറീസ്, അജഗജാന്തരം, അങ്ങനെയുള്ള വലിയ കാവലൻ, ഇരുട്ട, അതിനകത്തൊക്കെ നല്ല നല്ല വേഷങ്ങൾ ചെയ്ത ആള് നമ്മുടേതായ സിനിമയിലും വിളിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം വന്നെങ്കിൽ ഇപ്പോഴും ആ ഒരു ആക്റ്റീവായിട്ട് പുള്ളി ഇപ്പോഴും നമ്മുടെ സിനിമ ഇങ്ങനെ വിജയിപ്പിക്കണം, എപ്പോൾ വിളിച്ചാലും വരാൻ വേണ്ടി തയ്യാറായിട്ട്. ഇപ്പോൾ വിനയൻ അടുത്തൊരു ഇൻ്റർവ്യൂ ഉണ്ടായിട്ട് വിളിച്ചിട്ട് പുള്ളി ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, ഷെഡ്യൂൾഡ് ബാക്കപ്പ് ആയപ്പോഴത്തേക്കും വന്നിട്ടുണ്ട്. നല്ല സഹകരണമാണ്. പിന്നെ ഗായത്രി ആണെങ്കിൽ തന്നെ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ആയി, എന്നാലും വിളിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ വിളിച്ചാലും എന്താ ചേട്ടാ എപ്പോഴാട്ടാ വരേണ്ടത്, ഓക്കെ ചേട്ടാ എന്ന് പറഞ്ഞ് ചാടിക്കഴിഞ്ഞു. ഗായത്രിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഈ ഒരു ഗായത്രിയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയാൻ പറ്റുമോ എങ്ങനെയാണെന്നുള്ളത്? ഗായത്രിയുടെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇപ്പൊ പോസ്റ്റർ കഴിയുമ്പോഴത്തേനും ആൾക്കാർക്ക് മനസ്സിലാണ്ടാവും. ഗായത്രിയാണ് ഇതിനകത്ത് ശരിക്കും ഹൊറർ ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടർ. കഥയിലോട്ട് ഞാൻ കിടക്കണില്ല. ഗായത്രിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എന്ന് വെച്ചാല്, നമ്മുടെ ഈ ചെറിയ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത സിനിമ അപ്പോഴത്തേക്കും വിനയൻ എന്ന് വെച്ചാൽ അത്യാവശ്യം ആർട്ടിസ്റ്റിനെ വെച്ചിട്ടൊരു പടം ചെയ്ത ഒരാളാണ്. അപ്പോൾ വിനയൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ നമ്മുടെ ചെറുതാണെങ്കിലും നമ്മൾ ചെയ്യണത് സിനിമയാണ്. അപ്പം ഇപ്പം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാർ കണ്ടുമുഖം പരിചയമുള്ളൊരു, നമുക്ക് മിങ്കിൾ ചെയ്ത് പോകാൻ പറ്റിയൊരു ആർട്ടിസ്റ്റിനെ കിട്ടുമെന്ന് വെച്ചപ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മുടെ ഹരിവന്നാറുമൂടാണ് പറഞ്ഞത്, എല്ലാം നമ്മളായിട്ട് സഹകരിച്ചിരിക്കുന്ന ഒരു കുട്ടിയുണ്ടാ ഗായത്രി സുരേഷ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഗായത്രി സുരേഷ് ഓക്കെ ആണെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴത്തേക്കും ചാടിക്കരുത് പറഞ്ഞു, കാരണം നമ്മുടെ സിനിമയ്ക്ക് ഒരു ആർട്ടിസ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഓക്കെ ആണുള്ളത്. അങ്ങനെ വിനയനെ വിളിക്കണത്. വിനയം വിളിച്ചപ്പോഴത്തേക്ക് ഗായത്രി അടുത്ത് കഥ പറയാൻ വേണ്ടി ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കഥ പറഞ്ഞപ്പോൾ തന്നെ ഗായത്രി ഒന്നും നോക്കാണ്ട് ഒരു ഡിലേ വരുത്താണ്ട്, ചേട്ടാ നമുക്കിത് ചെയ്യാം, എപ്പോഴേട്ടാ ഡേറ്റ് എന്നാണ് അവൾ ചോദിച്ചത്. അങ്ങനെയാണ് സംഭവിച്ചത്. പിന്നെ ഗായത്രി അത്യാവശ്യം പേഴ്സണലി പറയുവാണെങ്കിൽ, നിങ്ങൾ ഈ ട്രോളർമാർ ട്രോളിക്കൊണ്ടിരിക്കുന്ന ഗായത്രി അല്ല, പാവം ഉണ്ട് അവരൊക്കെ. നല്ല സഹകരണവും ഭയഭക്തി ബഹുമാനം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു കുട്ടീനെയൊക്കെ നമ്മൾ ആദ്യമായിട്ടൊക്കെ ലൊക്കേഷനിൽ കാണുന്നത്.
ഒരു താരജാട ആർട്ടിസ്റ്റ് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല അവർക്ക്. ഷൂട്ടിൻ്റെ ഇടയിൽ തന്നെ ആണെങ്കിൽ തന്നെ ഗായത്രി ഷൂട്ട് കഴിഞ്ഞിട്ട് സ്റ്റെപ്പിനകത്തൊക്കെ പോയി ഇരിക്കണം. അതല്ല AC മുറിയൊക്കെ ഉണ്ടായിട്ട് പോലും അവിടെ നിന്ന് പോയി ഇരിക്കാണ്ട് നമ്മുടെ ഒപ്പം തന്നെ നിന്ന് പോണൊരു പ്രകൃതമായിരുന്നു ഗായത്രിയുടെ. കിച്ചു ആണെങ്കിൽ തന്നെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കിച്ചു എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. ഇപ്പൊ ഇതില് ജോജേട്ടൻ ആദ്യം ആലോചിച്ചിരുന്നു പറഞ്ഞു വേറൊരു സംവിധായകന് വേണ്ടി. പിന്നീട് ഇപ്പൊ ഈ പുതിയ ഡയറക്ടർ നിങ്ങളുടെ വിനയൻ ഡയറക്ടർ വന്നപ്പോൾ പിന്നെ വീണ്ടും ജോജേട്ടൻ ആലോചിച്ചിരുന്നോ? വേറെ താരങ്ങളെ ആലോചിച്ചോ? എങ്ങനെയാണ് എല്ലാം വേറെ ഓപ്ഷൻസ് നോക്കിയിട്ടാണോ കിച്ചുവിലേക്ക് എത്തിയത്? ഇല്ല, വിനയന്റെ കാരണം വിനയൻ സ്വന്തമായിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാന്ന് തന്നെ പടം. ഇപ്പൊ വിനയന്റെ എന്തോരം ഫണ്ട് ഉണ്ടെന്നുള്ള കാര്യം വിനയന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞൊരു 1.5 CR തീർന്നൊരു പടം. അപ്പൊ അതിനകത്ത് നമുക്ക് ഇപ്പോഴത്തെ മുൻനിര നായകന്മാരെ ഒരിക്കലും അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല, ചിന്തിച്ചില്ല. അപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വിനയൻ ചോദിച്ച് ചേട്ടൻ വിളിച്ചാൽ വന്ന ആർട്ടിസ്റ്റ് ആരായിട്ടല്ലെന്ന് ചോദിച്ചപ്പോൾ ഫസ്റ്റ് എനിക്ക് ഓർമ്മ വന്ന കിച്ചുവിനെയാണ്. അങ്ങനെ കിച്ചു വിളിച്ച് കിച്ചു ചാടിക്കറി ഒക്കെ പറഞ്ഞില്ല, കിച്ചു എന്നോട് നീ സ്ക്രിപ്റ്റ് ആയിട്ട് പോവാ, ട്രിവാൻഡ്രത്ത് V. സുകുമാർ സാറിൻ്റെ പടം ഒന്ന് നടന്നുകൊണ്ടിരിക്കണേ, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാനും വിനയനും കൂടി കോവളത്ത് പോയിട്ട് കഥ പറഞ്ഞപ്പോൾ കിച്ചു ഓക്കെ പറഞ്ഞു. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതുപോലത്തെ ഒരു സ്റ്റോറി പാറ്റേൺ ആണ്. അപ്പൊ പിന്നെ വേറെ ഓപ്ഷൻ നോക്കേണ്ടി വന്നു, തന്നെ ലോക്ക് ചെയ്തു. ഇപ്പൊ ഷൂട്ടിംഗ് എല്ലാം ഇപ്പൊ ഫാസ്റ്റ് ആയിട്ട് കഴിഞ്ഞു. അപ്പൊ ഈ റിലീസ് ഇപ്പൊ കുറച്ച് വൈകാൻ കാരണം ഈ തിയേറ്റർ കിട്ടാനുള്ള ബുദ്ധിമുട്ട്. അതിന്റെ ഒരു ഷൂട്ട് തീർന്ന് തിയേറ്ററിലേക്ക് ഇറക്കാന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, അത് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു? അതെന്ന് വെച്ചാല് വിനയൻ തിരുവനന്തപുരത്ത് ഒരു നമ്പർ 1 ഇവന്റ് കമ്പനിയുടെ ഓണറാണ് ഇപ്പൊ നമ്മുടെ ഡയറക്ടർ വിനയൻ. അദ്ദേഹത്തിന്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വരാനും പിടിക്കാനും ഇതിൻ്റെ ഒപ്പം നിൽക്കാനുള്ളത്. പിന്നെ ഇത്തിരി ഡിലേ വന്നപ്പോഴത്തേക്കും ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സൊക്കെ അങ്ങോട്ട് പോയല്ലോ. പിന്നെ ഇതിൻ്റെ പുറകെ ഓടാൻ ചിലപ്പോൾ 30 മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അപ്പം അതിൻ്റെ ഡിലേ ആയിരുന്നു ഈ വന്നത്. പിന്നെ സ്വന്തമായിട്ട് പൈസ ഇറക്കി ചെയ്യുമ്പോഴത്തേക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാവർക്കും വരാം. ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണോ? ഇല്ല, അത് എനിക്ക് തോന്നുന്നു 72 ഫിലിംസ് ആണെന്ന് തോന്നുന്നു നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തേക്കുന്നത്. ഒഫീഷ്യലായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് ഡയറക്ടർ അനൗൺസ് ചെയ്യുള്ളത്. ഡേറ്റ് ഡയറക്ടർ അവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയത് August 1st വീക്ക് എന്നാണ്. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ഡേറ്റ് വിനയം പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ August 1st വീക്ക് തന്നെ ഉണ്ടാവും. ഇപ്പോൾ August 1st വീക്ക് എന്ന് പറഞ്ഞാൽ 1-ാം തീയതി ആയിരിക്കുമല്ലേ. സെൻസർ ബോർഡ് ഇഷ്യൂ ഇനി ഒന്നും പ്രോബ്ലം ആക്കിയില്ലെങ്കിൽ August 1st വീക്ക് തന്നെ റിലീസിന് വരും. നമ്മുടെ സെൻസറിൽ പ്രോസസിംഗിലാണ്. ഇപ്പൊ എന്തെങ്കിലും അവിടെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു ഡിലേ വരും. അതുകൊണ്ടാണ് കറക്റ്റ് ഡേറ്റ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയം പോലെ ടെൻഷൻ ഉണ്ടോ? ഒരു റൈറ്റർ എന്ന രീതിയിൽ ഈ ഒരു ഇതിനെങ്ങനെ കാണുന്നു ഇപ്പോഴുള്ള പ്രശ്നങ്ങളെ? അതെ, നമുക്ക് ഇതിനകത്ത് ഇപ്പൊ എവിടെയാണ് വെട്ട്, എവിടെയാണ് തിരുത്ത്. പിന്നെ ഇതിനകത്ത് പേരുകളിൽ ഇപ്പം നമ്മൾ നോക്കിയപ്പോഴത്തേക്കും വലിയ തിരക്കില്ലാത്ത പേരാണ്. പേര് തന്നെയാണല്ലോ ഇപ്പോൾ മെയിൻ ഇഷ്യൂ ആയിട്ട്. ഇത്രയും വലിയ സൂപ്പർ സ്റ്റാറുകളുടെ പടം അവർക്ക് ബ്ലോക്ക് ചെയ്യാമെങ്കിൽ നമ്മളെപ്പോലത്തെ ചെറിയ പടത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ നമ്മളെല്ലാം പ്രാർത്ഥനയുണ്ട് എത്രയും പെട്ടെന്ന് കിട്ടുക, സിനിമയിൽ റിലീസ് ചെയ്യുക. ആ ഒരു ടെൻഷനുണ്ട് നമുക്ക്. ഒരു പാട്ട് ഒരു മധുരക്കിനാവിൽ ലഹരിയിലെന്നോ കുടമുള്ള പൂവിരിഞ്ഞു, അതിലായിരം ആശകളാതൊരു പൊൻപൻ നേതു തേൻ വണ്ടു ഞാൻ അഴകേ നീ തേൻ വണ്ടു ഞാൻ. ലൊക്കേഷനിലൊക്കെ പിന്നെ അതാണ്ട് ഇപ്പൊ ഏട്ടൻ പറഞ്ഞത് തന്നെ പാട്ട് പാടി. പിന്നെ അതുപോലെ നമ്മള് ഡയലോഗ് ഉണ്ടല്ലോ, നമ്മള് ഡയലോഗ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവല്ലോ. അപ്പൊ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. ഞാൻ അസോസിയേറ്റ് ആയതുകൊണ്ട് നമ്മളാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പൊ ഇവള് പറയോ? അപ്പൊ ഞാൻ ഇവിടെ വിളിച്ചിട്ട് നമ്മളെ ഇത് ഇങ്ങനെയാന്ന് പറയുമ്പോ ഞാൻ പറയുമ്പോ ഡയലോഗ് കാണാപ്പോൾ നിങ്ങൾ പറഞ്ഞു എഴുതി. അവിടെ സ്കൂളിൽ പഠിക്കുന്ന പോലെ ഡയലോഗ് പഠിച്ചിട്ട് അവിടെ പോയി കളിയാണ്. പിന്നെ ആശാത്തി ഉറങ്ങിക്കഴിഞ്ഞ സീനാണ്. ഞങ്ങള് ഒരു അന്ന് ലൈറ്റ് പോകുമായിരുന്നു. അപ്പൊ ഇവളുടെയും കിച്ചുവിന്റെയും ശ്രുതിജയന്റെയും, ശ്രുതിയാണ് ഇതിനകത്ത് ഹീറോ. അതെ. പിന്നെ ശ്രുതി നല്ലൊരു ശ്രുതി അത്യാവശ്യം തിരക്കായതുകൊണ്ടാണ് ശ്രുതി ഇങ്ങോട്ട് വരാണ്ടിരുന്നത്. അവള് ഒരു ഡാൻസിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട് സ്വന്തമായിട്ട്. അപ്പൊ അവിടെ കുറച്ച് പരിപാടിയൊക്കെ ഇട്ട് കിടക്കണേ. നല്ലൊരു ആർട്ടിസ്റ്റാണ്, പറയാൻ പറ്റില്ല. അപ്പൊ ഇവരായിട്ടുള്ള കോമ്പിനേഷൻ. ശ്രുതിക്ക് പിറ്റേ ദിവസം പോവുകയും വേണം. അപ്പൊ ഇവളുണ്ട് ഇതിനകത്ത്. ഇവള് ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേക്കൂല. എന്നിട്ട് ഞങ്ങൾ ഒരു സ്പ്രേ ഇല്ലേ, സ്പ്രേ ഒക്കെ വെച്ച് അടിച്ച് കരഞ്ഞ് പിടിപ്പിച്ച് അത് തിരിച്ച് അടിച്ച് അങ്ങനെയൊക്കെ വിളിച്ച് എഴുതിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സെലിബ്രിറ്റിയാണ് അവിടെ വരുമ്പോഴത്തേക്കും. ഫസ്റ്റ് സിനിമ അല്ലേ? അത് കഴിഞ്ഞ വേറെ സിനിമ ചെയ്തോ? ഒരു തമിഴ് സിനിമയുണ്ട്. തമിഴ് പോയില്ലേ? അതെ, നാളെ പിടിച്ചാൽ കിട്ടൂല.
അപ്പൊ എന്തായാലും ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? എന്തായാലും ഓഗസ്റ്റിൽ ഇറങ്ങുകയാണ്, കുറെ സിനിമകൾ അതെ വരികയാണ്. അതെ അതെ. ഇത്രയും വലിയ വലിയ സിനിമകളുടെ ഇടയിൽ നമ്മുടെ സിനിമയും നമുക്ക് വലുതാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഈ ചെറിയ സിനിമയും എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇപ്പം ഒരു പ്രൊഡ്യൂസർ കുറച്ച് പൈസ ഇറക്കുമ്പോഴത്തേക്കും ആ പൈസ തിരിച്ച് കിട്ടണമെങ്കിൽ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ആ പൈസ തിരിച്ചു കൊടുക്കുക. അപ്പം അതിൽ ഞങ്ങളുടെ ഒപ്പം കൂടെ നിൽക്കുക അല്ലേ. ചേട്ടൻ എങ്ങനെയാണെങ്കിൽ തുടർന്നും സിനിമകൾ വേറെ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ 2 എണ്ണം, ഇത് കൂടാതെ 2 എണ്ണം റിലീസിനുണ്ട്. ഒന്ന് നമ്മുടെ രോമാഞ്ചം ടീമിൻ്റെ ജോൺ പോൾ ജോർജ് ഡയറക്റ്റ് ചെയ്തൊരു പടം, ഇന്ദ്രൻസേട്ടനും ജോമോൻ ജ്യോതിറൊക്കെ ആയിട്ടുള്ള, അതിൽ സിനിമേൻ്റെ ഉള്ളിലെ സിനിമയായിട്ടാണ് പോകുന്നത്. അതിൻ്റെ അകത്ത് നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ കിരൺ നാരായണൻ്റെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ പടം, അതും റിലീസാവാനുള്ള. അതിലുണ്ട് release. വിഷ്ണു എങ്ങനെയാണ് ഇനിയിപ്പോ ഇത് കഴിഞ്ഞാൽ ഇപ്പൊ സോഷ്യൽ മീഡിയ എന്നൊക്കെ മാറും, ഇപ്പൊ പെരേര ആറാട്ടണനെയൊക്കെ വിട്ടിട്ട് പൂർണ്ണമായിട്ട് സിനിമയിലേക്ക് ഇറങ്ങും, എന്താണ് ഉദ്ദേശം? സിനിമയിലേക്ക് ഇപ്പൊ നമുക്കൊരു പ്രൊജക്ട് ആയിരുന്നു ഇപ്പൊ കാണിക്കാനായിട്ട്. ഇപ്പൊ സിനിമയിൽ അഭിനയിച്ച് ഇന്ന സിനിമയിൽ ഞാനുണ്ട് എന്ന് എനിക്ക് നെഞ്ചു പിടിച്ച് പറയാം. അത് ഡയലോഗുള്ള വേഷം ചെയ്തെന്ന് പറയാം. ഒരുപാട് ആട്ടുമ്പോ കേട്ടിട്ടുണ്ട് സിനിമയിൽ നമ്മ ചാൻസ് ചോദിച്ചാൽ ചിലപ്പോ ഷോർട്ട് ഫിലിം ചെയ്ത് ഹിറ്റ് ആയിട്ടാണ് ചതി എന്ന് പറഞ്ഞ ട്രെൻഡിങ്ങിൽ നിൽക്കുകയാണ്. ചതി പിന്നെ ഇപ്പൊ നായകനായിട്ട് ഞാൻ വില്ലനായിട്ട് ഒരു പടം ചെയ്തതാണ്, ചതി എന്നും പറഞ്ഞിട്ട്. പിന്നെ അല്ലാണ്ട് നമ്മൾ സിനിമയിൽ ഒരു അവസരം ചോദിച്ചു ഇതുപോലെ കുറെ പേര് ആട്ടും തുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ കിട്ടിയിട്ടാണ് ഞാൻ ലാസ്റ്റ് പുള്ളിയുടെ ഒരു കാരണം കൊണ്ട് എനിക്ക് ആ സിനിമയിൽ ഒരു ഡയലോഗ് ഒരു വേഷം ചെയ്യാൻ പറ്റി. കാര്യം ഞാൻ ഈ പഠിച്ചിറങ്ങിയിട്ടും എന്നെ വലുതായിട്ട് ആരും അംഗീകരിച്ചിട്ടില്ല. നമ്മളൊരു ഫീൽഡിൽ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്, അതൊരിക്കലും പാടില്ല. അപ്പോൾ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നില്ല. നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ട് നമുക്ക് അതുകൊണ്ട് ഒരു സിനിമാക്കാരുടെ അടുത്ത് ചെന്ന് കാണിക്കാൻ നടക്കില്ലത്. അവർ പറയും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുന്ന ചോദിക്കും. അപ്പൊ പഠിച്ചിറങ്ങിയെന്ന് പറഞ്ഞിട്ട് വലിയ മൈൻഡൊന്നുമില്ല. നോക്കട്ടെ പറയാം. നമുക്ക് കുറെ ഡയറക്ടർമാർക്കൊക്കെ എന്നെ പൈസ ഉണ്ടാവില്ല, അവരുടെ ഡ്രൈവറായിട്ടൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ്. അപ്പൊ അവരൊക്കെ സിനിമ ഉള്ള സമയത്ത് മുഖം മാറ്റി സിനിമയിലോട്ട് ആഗ്രഹം കൊണ്ടാണ് ഞാൻ അവരോട് നിൽക്കണത്, അത് അവർക്കും അറിയാം. പക്ഷെ സിനിമ തുടങ്ങി കഴിയുമ്പോൾ അവര് നമ്മളെ മുഖം മറിച്ച് കാണിക്കാറുണ്ട്. നമുക്ക് പിന്നെ തിരിച്ച് പറഞ്ഞാൽ സിനിമയാണ് ഇതിനും വലുതായിട്ട് അനുഭവിച്ച ആൾക്കാരും ഉണ്ട്. ഇങ്ങനെ നടന്ന അവസാനം സിനിമ എന്നൊരു ഇതില് നല്ലൊരു ഡയലോഗുള്ളൊരു വേഷം ചെയ്യാൻ പറ്റിയെങ്കിൽ നമ്മുടെ ക്രൂ മെമ്പേഴ്സ് ഒക്കെ അത്യാവശ്യം ഇൻഡസ്ട്രിയിൽ തിളങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. കാരണം ഇപ്പൊ ഇറങ്ങിയ കമ്മ്യൂണിസ്റ്റ് വച്ചാന്നുള്ളൊരു സിനിമയില്ലേ, അതിനകത്ത് ക്യാമറമാനാണ് നമ്മുടെ ഇതിനകത്ത് ക്യാമറ ചെയ്യുന്നത് ഷാഫി കോരോത്ത്. പിന്നെ ഉയരെ കാണാ അതിൻ്റെയൊക്കെ എഡിറ്ററാണ് അഭിലാഷ് ബാലചന്ദ്രൻ. പിന്നെ ലിജോ ജോസഫ് പള്ളിശ്ശേരിയുടെ അസോസിയേറ്റ് ആയിട്ടുള്ള അനീഷം ജോർജാണ് നമ്മുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ. രഞ്ജിത്ത് അമ്പാണ്ടിയാണ് മേക്കപ്പ്. പിന്നെ കൊച്ചു സിനിമ എല്ലാവരും ഇവരെല്ലാവരും നമ്മുടെ സൗഹൃദത്തിന്റെ അതെ 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 എല്ലാവരും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ലെവലിൽ തന്നെ എടുക്കാൻ പറ്റും. മ്യൂസിക് ഡയറക്ടർ ആണെങ്കിൽ തന്നെ ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ദീപക് JR അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മൂവിയാണ് മ്യൂസിക് ഡയറക്ഷൻ. അത്യാവശ്യം നന്നായിട്ട് അയാൾ കമ്പോസ് ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് അങ്ങനെ തന്നെ. പിന്നെ സൗണ്ട് എഫക്റ്റ് മിക്സിംഗ് ഒക്കെ ആണെങ്കിൽ ജിജു ബ്രൂസിന്റെ മറ്റേ സൗണ്ട് തോമ ആ ടീം അത്യാവശ്യം ക്രൂ മെമ്പേഴ്സ് ഒക്കെ വലുതാണ്. ടൈറ്റില് കറക്റ്റ് ക്ലിക്കാണിത് സാധനം. തയ്യൽ മെഷീൻ എന്ന് പറയാൻ എന്നോട് പലരും ചോദിച്ചിരുന്നു. ആണല്ലേ? ഞാൻ സിനിമയ്ക്ക് ഇടുന്ന പേരല്ല അങ്ങനെ നാട്ടിലൊക്കെ പലരും പറയുമ്പോ തന്നെ തയ്യൽ മെഷീൻ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പെട്ടെന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ തയ്യൽ മെഷീൻ എന്ന് പറയുന്നത് പല അമ്മമാരുടെയും പെങ്ങന്മാരുടെയും പല വീടുകളുടെയും ജീവിതോപാധിയാണ്. അതിന്റെ പേര് വെച്ചിട്ട് നിങ്ങളൊരു ഹൊറർ സിനിമ ഇറക്കുമ്പോൾ നിങ്ങൾക്ക് വെല്ലുവിളികൾ ഉണ്ടായിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇതിനെ ഒരു സെൻസർ ബോർഡ് കട്ട് ചെയ്യില്ലേ, നിങ്ങൾക്ക് പേടിയില്ലേ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ സിനിമയായിട്ടാണ് ഇത് ചെയ്തത്. സെൻസർ ബോർഡ് കട്ട് ചെയ്യുമെന്നുള്ളൊരു ചിന്തപ്പെടാൻ നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കി സിനിമ ചെയ്ത് കഴിഞ്ഞാൽ അത് സിനിമയാവൂലെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പിന്നെ തയ്യൽ മെഷീൻ ഇതുപോലെ ഞാൻ ഇതിൻ്റെ ടൈറ്റിൽ ഇറങ്ങിയപ്പോഴത്തേക്കും പല ആൾക്കാർ അതിനകത്തൊരെണ്ണം ഞാൻ വായിച്ചായിരുന്നു. ഈ തയ്യൽ മെഷീൻ സിനിമ ഇറങ്ങുന്നതുകൊണ്ട് വീട്ടിലെ അമ്മമാർക്കൊക്കെ ഉപകാരപ്പെടുന്ന സിനിമയാണോ എന്ന് താങ്കൾ ചോദിച്ചു കൊടുത്ത ചോദ്യം ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. പക്ഷേ വീട്ടിൽ ഉപകാരപ്പെടുമെന്ന് അറിയില്ല. പക്ഷെ ഇത് നമ്മുടെ കണ്ടന്റ് തയ്യൽ മെഷീനാണ്. തയ്യൽ മെഷീൻ എന്നാണ് നമ്മുടെ ഹൊറർ മൂവി ജനിക്കുന്നത്. അതിനകത്ത് ഉപകാരപ്പെടണമെന്നും ഉണ്ടാവില്ല കേട്ടോ. അതെ നമ്മുടെ ലൊക്കേഷൻ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയാം. അതെ, ലൊക്കേഷൻ എങ്ങനെയുണ്ട്? ഇവരൊക്കെ വഴക്ക് പറയോ?
എല്ലാം അടുത്ത് മാറ്റി തിന്നോ. അതെ അതാണ് വിഷ്ണു വിനയ ഞങ്ങൾ ഡയറക്ടർ. വിഷ്ണു കച്ചിക്കാരൻ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ഇന്ന വയറ് ഇവളെ എപ്പോഴും ഒന്ന് വയറിനകത്ത് ഇരിച്ചിട്ട് ആ ബോൾ എനിക്ക് വയറ് എന്റെ നാളെ എടുത്ത്. അതെ ഞാൻ ഗായത്രി ചേച്ചിക്ക് എപ്പോഴും ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കും. അത് ഒളിപ്പിക്കുന്ന സ്ഥലം എനിക്ക് പറയാൻ പറ്റത്തില്ല. അതെ അത് ചോദിച്ചിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. അതെ 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 ചോദിക്കണം. അത് രഹസ്യങ്ങളൊക്കെ ഭയങ്കര സൂക്ഷിച്ചു വെക്കുന്ന ഒരാളാണ്. എന്റെ എന്ത് ഗിഫ്റ്റാ കൊടുക്കണേന്ന് പണം വരച്ചു കൊടുക്കും. അതിനെ ഒളിപ്പിക്കുന്ന ഒരു സ്ഥലം ഉണ്ട്. അതേ പറയുന്നില്ല. ഇപ്പൊ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞില്ലേ? അതൊക്കെ ഇപ്പൊ വിളിക്കാറുണ്ടോ? വേറെ വെച്ച് വിളിക്കാറുണ്ടോ? അപ്പൊ നല്ല കൂട്ടാണോ? ആ നല്ല ഇപ്പൊ വിളിക്കാറുണ്ട്. കുട്ടിക്ക് ഇങ്ങോട്ടൊക്കെ വിളിക്കാറുണ്ട്. എന്നാലും പറയൂ ആ രഹസ്യം പറയും. പറയുന്നേ രഹസ്യമായിട്ടിരിക്കട്ടെ അല്ലേ? അതെ അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ആണോ? വേറെ ലൊക്കേഷനില് ശ്രുതി ആന്റി ഒക്കെ ഉണ്ടായില്ല? അവരുടെ ഒക്കെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കിച്ചു അങ്കിള് അടിപൊളിയാ. കിച്ചൺ എപ്പോഴും എനിക്ക് ഡയറി മിൽക്ക് ഒക്കെ മേടിച്ചോണ്ട് തരും. ശരിക്കും ഇതായിരുന്നു കേട്ടോ നമ്മുടെ ലൊക്കേഷൻ എന്ന് വെച്ചാലേ ഒരു ഫാമിലി പോലെ ആയിരുന്നു. കാരണം ഒരു വീടിനകത്ത് ഇറങ്ങുന്ന സംഭവം ഉള്ളത്. തയ്യൽ മെഷീൻ എന്ന് വെച്ചാൽ എപ്പോഴും വീട്ടിനകത്ത് തന്നെ ഇറങ്ങുന്നത്. അപ്പൊ വീട്ടിലെ ഫാമിലി ഫുൾ ക്രൂവും നമ്മൾ ഫുൾ ടൈം അവിടെ തന്നെയാണ്. അതിന്റെ പരിസരത്തിന് നമ്മൾ റൂമൊക്കെ എടുത്ത് വെച്ച്. ഇപ്പൊ കിച്ചു ഒക്കെ ആണെങ്കിലും ഇന്റർവൽ ടൈം എന്ന് പറഞ്ഞ സമയമില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ഈ പിള്ളേരായിട്ട് തന്നെ ഫുള്ള് ചെലവഴിച്ചുകൊണ്ടെന്ന് വെച്ചാൽ കിച്ചു എപ്പോഴും ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഡയറി മിൽക്ക് മേടിക്കാൻ വേണ്ടി പോലും കിച്ചുവിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ സൂവി ഫുൾ ടൈം ഇങ്ങനെ ബാഗ് കണക്കി ഡയറി മിൽക്ക് പിള്ളേർക്ക് കൊടുത്ത് പാട്ടൊക്കെ പാടി അല്ലേ? അടിപൊളിയായിട്ടായിരുന്നു ലൊക്കേഷൻ പോയത്. അമ്മ അല്ല വേറെ ഉണ്ട്. മാറി മാറി ഇരിക്കും അല്ലേ? മാറി മാറി ഇരിക്കും. ഈ ഡ്രസ്സ് എവിടെ നിന്ന് കിട്ടിയ എനിക്കത്? എന്റെ അമ്മയുടെ ഫ്രണ്ട് എന്റെ അയച്ചത്. ഇവളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവൾക്ക് കിട്ടുന്ന ഒരു 90% ഗിഫ്റ്റാണ്. ഗിഫ്റ്റുകളാണ്. ഗിഫ്റ്റ് ഓരോ വലിയ ബൊട്ടീക്ക് ഒക്കെ ഉണ്ടാവും. പിന്നെ ചാനലൊക്കെ അവർക്ക് എടുത്തിട്ട് കൊളാബ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ഇട്ട് ആള് കൊളാബിന്റെ പര്യായം എന്ന് പറഞ്ഞ ഇവളാ. അതുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ എല്ലാം ഫ്രീ ആയത്. അപ്പൊ ഏറ്റവും വലിയ താരം പിന്നെ അതെ ഇവളൊക്കെ ഒരു പോസ്റ്റ് ഇട്ടതിന് ഭയങ്കര റീച്ചാണ്. ഞാന് വിളിച്ച് ചോദിക്കും അമ്മേനത്, ചേച്ചി ഒന്നും നമ്മുടെ പോസ്റ്റിനും കൂടി കൊളാബ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ നമ്മൾ റീച്ച് കയറ്റുന്നത്. സവാളല്ലേ സവാരി. ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്? അങ്ങനെ എനിക്കറിയത്തില്ല. എല്ലാരും കാണണമെന്ന് പറയും. പടം വിജയമാട്ടെ. പോയി കാണുന്നു. ഞാൻ ഇവളുടെ അടുത്ത് ചോദിച്ചേ, എടീ നീ നമ്മുടെ ചാനലിൽ ഏതൊക്കെ പരിപാടിയാണ് അവതരിപ്പിച്ചെന്ന് വെച്ചു. അതൊന്നും എനിക്കറിയില്ല. ഫ്ലവേഴ്സ്, മനോരമ, കുട്ടിപ്പട്ടാള. ഞാൻ വെച്ചാൽ പരിപാടിയുടെ പേരറിയില്ലേ? അന്ന് എനിക്ക് 2.5 വയസ്സില്ലല്ലോ, ഞാൻ എങ്ങനെ അറിയാനാണ്? അപ്പൊ ഇതൊന്നും ചോദിക്കാണ്ട് ആശാന്തി വന്നേക്കണത്. എന്റെ ആദ്യത്തെ സിനിമയാണ്, എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എന്ത് സിനിമയാണ്? ഹൊറർ. അതിന്റെ പേരെന്താ? എന്റെ ആര്യമോൾ. സിനിമയുടെ പേരെന്താ? ടൈം മെഷീൻ. ആരൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലേ? കിച്ചു ടെലസ്, ഗായത്രി സുരേഷ്, ഞാന്, പിന്നെ എല്ലാവരും. മനോരഞ്ജൻ പറയും. കാരണം ഇവളായിട്ടുള്ള കോമ്പിനേഷൻ തീരുന്ന എന്ന് വെച്ചാൽ അദ്ദേഹം എടുത്തു കൊടുക്കുന്നത് കിച്ചുവിനെ എടുത്തു കൊടുക്കുന്നത്. അന്ന് ഇവര് വന്നിട്ടില്ല. അന്ന് മൂപ്പര് ഇവിടെ വന്നേയുള്ളൂ. അപ്പൊ മൂപ്പര് പോയി കഴിഞ്ഞിട്ടാണ് അവരെല്ലാം വന്നത്. അതുകൊണ്ട് കോമ്പിനേഷൻ തീരുന്ന ഉണ്ടായിരുന്നില്ല. മറ്റേ മോളെ കണ്ടിട്ടുണ്ട്, ജുവലിനെ കണ്ടിട്ടുണ്ട്. ജുവലിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഓഗസ്റ്റില് സിനിമ റിലീസ് ആവുകയാണ്. അല്ല, നിങ്ങൾ കുറെ പേരുടെ ഒരു കൂട്ടായ സിനിമയാണ്. അപ്പൊ എന്തായാലും അത് പ്രേക്ഷകർ സ്വീകരിക്കട്ടെ. സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കരിയറിലേക്കുള്ള ഒരു എന്താ പറയുക, ഒരു ചുവടുവെപ്പാവട്ടെ. പിന്നെ ഞങ്ങളെ ഈ ചെറിയൊരു സിനിമയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വിളിച്ചതിന് പ്രത്യേകം നന്ദി ഉണ്ട് നിങ്ങളുടെ അടുത്ത്. അപ്പൊ ഇനി ഇതുപോലത്തെ പ്രോത്സാഹനങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവണം കേട്ടോ. ശരി, ഓക്കെ, താങ്ക് യു.